നമുക്കിന്നൊരു ചൂരക്കറി വെക്കാം കേട്ടോ. ഇന്നലെ രാത്രി പപ്പ ഒരു വലിയൊരു ചൂര വാങ്ങിയിട്ട് വന്നു. എനിക്ക് വലിയ മീനൊന്നും ഞാൻ അങ്ങനെ കട്ട് ചെയ്തിട്ടില്ല. നമ്മൾ മലപ്പുറത്ത് കട്ട് ചെയ്ത മീനാണ് വാങ്ങിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് എനിക്കിത്തിരി പാടായി ഇങ്ങനെ ആ നെടുകയൊക്കെ കീറി ആ മാംസം മാത്രമൊക്കെ എടുത്ത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് അപ്പുറത്തെ രാധേൻ്റെ വന്നിട്ടാണ് ഇത് കട്ട് ചെയ്ത് തന്നത്. പിന്നെ ഇതിങ്ങനെ ചെറിയ ചെറിയ പീസാക്കി എടുത്താൽ മതി. അപ്പോൾ നമുക്ക് വേഗം പോയി കറി വെക്കാം കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിലേക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഈ പച്ചമുളകിനകത്ത് മുഴുവനെ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റാം. അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോകേണ്ട ദിവസമായിരുന്നു, 3ാമത്തെ ദിവസം. അപ്പോൾ നമ്മൾ പോയിട്ടൊക്കെ വന്നപ്പോൾ കുറച്ച് ലേറ്റായി. ഇന്നലെ വെക്കാമെന്ന് വിചാരിച്ചായിരുന്നു. പിന്നെ എല്ലാവരും പറഞ്ഞ് നാളെ വെച്ചാൽ മതി, ഹോസ്പിറ്റലൊക്കെ പോയിട്ട് വന്നിട്ട് വെച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ താമസിച്ചു പോയി. തേങ്ങ മാത്രം ഒന്ന് അരച്ചത്. ഇത്രയാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. ഇതിനകത്ത് ആവശ്യത്തിന് മുളക് പൊടി, ഇതധികം എരിവില്ലാത്ത മറ്റേ കളറുള്ള മുളക് പൊടിയാണേ. അപ്പം ശരി അധികം ഇടാം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കുറച്ച് ഉലുവാപ്പൊടി. നമ്മൾ വടക്കംപുളി വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളം ഈ നമ്മൾ പൊടിക്കകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് തിളച്ച് വരണേ. അതിൻ്റെ ഇതിലേക്ക് നമ്മൾ തേങ്ങ അരച്ച് വെച്ചത്, തേങ്ങ മാത്രം കേട്ടോ അരച്ച് വെച്ചത് കൊണ്ട് അത് ചേർത്ത് കൊടുക്കണേ. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒരു തക്കാളിയും കൂടെ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ വന്ന് മീൻകറി വെച്ചാൽ എനിക്കറിയത്തില്ല ശരിയാവുന്നു. ഇവിടെ ഒന്ന് വെച്ചാൽ ശരിയാവത്തില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. ചോറ്